ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ എല്ലാം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യ തിരുനാമത്തിൽ വന്ദനം ചൊല്ലുന്നു. ഞാൻ വളരെ നാളുകൾക്ക് ശേഷമാണ് ഫേസ്ബുക്കിൽ ഒരു ലൈവ് വീഡിയോയിൽ വരുന്നത്. കുറേ ജോലികളിൽ തിരക്കിൽ അകപ്പെട്ടിരുന്നു. അതിനാൽ എനിക്ക് നേരിട്ട് ഒരു ലൈവ് ചെയ്യുവാനുള്ള സമയം ലഭിക്കാതെ പോയി. അതുകൊണ്ട് എഴുത്തിൽ ഞാൻ ആശ്രയിച്ച യാത്രകളിലൊക്കെ പോസ്റ്റുകൾ എഴുതിയിടുന്ന രീതിയിലേക്ക് എനിക്ക് മാറേണ്ടി വന്നു കഴിഞ്ഞ ഒരു 2-3 മാസങ്ങൾ. മിനിസ്ട്രിയുടെ പ്രവർത്തനങ്ങളൊക്കെ പുനരാരംഭിക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവർ പ്രാർത്ഥിക്കണം. ട്രാക്ട് മിനിസ്ട്രി ചെയ്തുകൊണ്ടിരുന്നു. കഴിഞ്ഞ 2-3 മാസങ്ങളായിട്ട് അത് ചെയ്യുവാൻ കഴിയാത്ത തിരക്കായി പോയി. വീണ്ടും അത് ആരംഭിക്കുകയാണ്. പ്രിയപ്പെട്ടവര് പ്രാർത്ഥിക്കണം. ഞാൻ ഇപ്പോൾ ഈ ലൈവിൽ വരുവാൻ ആഗ്രഹിച്ചത്, ഈ കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചതായ കൂടോത്രം കുഴിച്ചെടുക്കുന്ന ചില വീഡിയോകൾ നിങ്ങൾ കണ്ടു കാണും. അതേക്കുറിച്ചുള്ള വിമർശനങ്ങളും അത് സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള എഴുത്തുകളും വീഡിയോകളും ഒക്കെ പ്രിയമുള്ളവർ സമൂഹമാധ്യമം ശ്രദ്ധിക്കുന്നവർ സമൂഹ മാധ്യമത്തിൽ തീർച്ചയായിട്ടും കണ്ടിരിക്കണം. ആ സമയത്താണ് എൻ്റെ ഉള്ളിൽ ഒരു ചിന്ത വന്നത്. ഇന്ന് പെന്തക്കോസ്ത് സമൂഹങ്ങളിൽ പണ്ട് ഇല്ലാതിരുന്ന, എന്നാൽ ഈ കഴിഞ്ഞ കാലയളവിൽ പെന്തക്കോസ്തിലേക്ക് നുഴഞ്ഞ് കയറിയതായ ചില അന്ധവിശ്വാസങ്ങൾ, ദുർശുശ്രൂഷകൾ, അനാവശ്യമായ ബന്ധനമഴിക്കൽ പോലെയുള്ള ശുശ്രൂഷകൾ സഭയ്ക്കകത്ത് ചെയ്യുന്നത്, പുറത്ത് ചെയ്യുന്നത് വേറെ, പരസ്യമായിട്ട് ചെയ്യുന്നതല്ല ഞാൻ പറയുന്നത്. സഭയ്ക്കകത്ത് രക്ഷിക്കപ്പെട്ടവരുടെ നടുവിൽ ബന്ധനമഴിക്കുന്ന ശുശ്രൂഷകൾ ഒക്കെ ചെയ്യുന്ന ചില കാര്യങ്ങൾ കഴിഞ്ഞ ഒരു 10-20 വർഷങ്ങളായിട്ട് പെന്തക്കോസ്ത് സമൂഹത്തിൽ, അത് കരിസ്മാറ്റിക് സമൂഹങ്ങളിലൂടെ കടന്ന് കയറി പതിയെ പിച്ച വെച്ച് പെന്തക്കോസ്ത് സമൂഹങ്ങളിലേക്കും കടന്നു. അങ്ങനെ കടന്നു വന്ന ചില കാര്യങ്ങൾ, അതേക്കുറിച്ചൊക്കെ ആഴമായിട്ട് ചിന്തിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ വന്ന ഒരു ആഗ്രഹമാണ് ദൈവമക്കളുമായിട്ട് ഇക്കാര്യങ്ങളൊക്കെ ഒന്ന് പങ്കുവയ്ക്കണം. കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ 2000 ഫെബ്രുവരി മുതൽ 2007 ഡിസംബർ വരെ ഈ വക കാര്യങ്ങളിൽ ഒരു കത്തോലിക്ക വിശ്വാസിയായിരിക്കെ ഇടപെടുകയും പഠിക്കുകയും റിസർച്ച് ചെയ്യുകയും അന്വേഷിക്കുകയും അനേകരെ പോയി കാണുകയും പെന്തക്കോസ്ത് പാസ്റ്റർമാർ അടക്കം എൻ്റെ അടുത്ത് വന്ന കാര്യങ്ങൾ അന്വേഷിക്കുകയും ഒക്കെ ചെയ്ത ഒരു വ്യക്തിയായതിനാൽ ഈ ഒരു വിഷയത്തിൽ എനിക്ക് ദൈവമക്കളെ വിശുദ്ധ വചനത്തിന്റെ വെളിച്ചത്തിൽ ഉപദേശിക്കുവാൻ സാധിക്കും എന്ന ഒരു ചിന്ത എൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ടാണ് ഞാൻ ആ പോസ്റ്റ് ഇട്ടത്. ആഭിചാരത്തെക്കുറിച്ചുള്ള പോസ്റ്റ് ഇട്ടത്. മന്ത്രവാദം, ആഭിചാരം, അങ്ങനെയുള്ള കാര്യങ്ങൾ, പൈശാചികമായ പ്രവൃത്തികൾ. നമ്മൾ യോഹന്നാൻ അപ്പോസ്തലൻ എഴുതിയ ലേഖനത്തിൽ അതിന്റെ 1-ാം അധ്യായത്തിൽ 1-ാം പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, യേശു കർത്താവ് പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ വന്നു. യേശു കർത്താവ് പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ വന്നു. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ഈ ലോകത്തിൽ പിശാചിന്റെ പ്രവൃത്തികളുണ്ട്, ദൈവപ്രവൃത്തികളുണ്ട്, അപ്പോൾ തന്നെ പിശാചിന്റെ പ്രവൃത്തികളുണ്ട്. കർത്താവ് വന്നത് പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കുവാനായിട്ടാണ്. കർത്താവ് 3.5 വർഷം ഈ ഭൂമിയിൽ ശുശ്രൂഷ ചെയ്ത് ശിഷ്യന്മാരെ ഇക്കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചു. എങ്ങനെയാണ് പിശാച്, ആരാണ് പിശാച്, എന്താണ് പിശാചിന്റെ പ്രവൃത്തികൾ, എന്താണ്, എങ്ങനെയാണ് അഴിക്കണം, ഇതെല്ലാം ശിഷ്യരെ പഠിപ്പിച്ചിട്ട് 12 അപ്പോസ്തലന്മാരെയും 70 അറിയിപ്പുകാരെയും ഒക്കെ ശിഷ്യരെയും ഒക്കെ പഠിപ്പിച്ചിട്ട് അവർക്ക് ശക്തിയും അധികാരവും നൽകി. ലൂക്കോസ് എഴുതിയ സുവിശേഷം 9-10 അധ്യായങ്ങളൊക്കെ നമുക്കത് വ്യക്തമായിട്ട് പഠിക്കുവാൻ സാധിക്കും. ശക്തിയും അധികാരവും ഇത് രണ്ടും ആവശ്യമാണ്. ദൈവശക്തി വേണം, ദൈവിക അധികാരം വേണം പിശാചിന്റെ പ്രവർത്തികളെ അഴിക്കുവാനായിട്ട്. പക്ഷേ തുടർക്കാലത്തൊക്കെ നമ്മുടെ സഭയുടെ ആരംഭ കാലഘട്ടത്തില് അപ്പോസ്തലന്മാരും
യേശുക്രിസ്തുവിൽ നിന്ന് ഉപദേശങ്ങൾ പഠിച്ച ശിഷ്യന്മാരും നേരിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു വന്നുവെങ്കിലും പിൽക്കാലത്ത് സഭയിലേക്ക് പിശാചിന്റെ പ്രവൃത്തികൾ ധാരാളമായിട്ട് കടന്നു വന്നു. വിഗ്രഹാരാധന ഉൾപ്പെടെ അത് ഏറ്റവും കൂടുതലായിട്ട് കടന്നു വന്നു. അതിൽ നിന്ന് ഒരു വേർപെട്ട സമൂഹമായിട്ട് 19-ാം നൂറ്റാണ്ടില് പെന്തക്കോസ്ത് മുന്നേറ്റം രൂപപ്പെട്ടു വന്നു. അതിനേക്കാൾ മുൻപ് 1800-കളില് വേർപാട് സമൂഹം ബ്രദറൻ മൂവ്മെന്റ്, പ്ലൈമൗത്ത് ബ്രദറൻ മൂവ്മെന്റ് രൂപപ്പെട്ടു വന്നു. അവരൊക്കെ ശക്തമായിട്ട് ഈ പൈശാചിക ശുശ്രൂഷകളെയും പൈശാചിക പ്രവൃത്തികളെയും അങ്ങേയറ്റം എതിർത്തു. തുടർന്ന് പെന്തക്കോസ്ത് മുന്നേറ്റം വരുന്നു. പെന്തക്കോസ്ത് മുന്നേറ്റവും പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കുക എന്നുള്ള ആ ഒരു ദൗത്യത്തിൽ ശക്തി പ്രാപിച്ച് അധികാരം പ്രാപിച്ച് അതിനെ അഴിക്കുക എന്നുള്ള രീതിയിൽ മുൻപോട്ട് യാത്രയായി. എന്നാൽ മുൻപോട്ട് വന്ന് പിൽക്കാലത്ത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കരിസ്മാറ്റിക് പ്രസ്ഥാനങ്ങളിലൂടെ പിശാചിന്റെ പ്രവൃത്തികൾ ആകുന്ന ചില ശുശ്രൂഷകരിലൂടെ സഭയ്ക്കുള്ളിലേക്ക് കടന്നു വന്നു. ഞാൻ ഇന്ന് ഒരു ഉദാഹരണം മാത്രം നിങ്ങളുടെ മുമ്പിൽ നിരത്തുമ്പോൾ തീർച്ചയായിട്ടും ഒരു 99% വിശ്വാസികളും ശുശ്രൂഷകരും ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇനിയും ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വളരെ ചെറിയ നിസ്സാരമായ ഒരു ശുശ്രൂഷ ഞാൻ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചിട്ട് ഇന്നത്തെ ഈ വീഡിയോ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു വളരെ ചെറിയ കാര്യമാണ്. ഞാൻ ഒരു ചോദ്യം ചോദിക്കുകയാണ് എന്നെ ശ്രവിക്കുന്നവരോട്. നിങ്ങളിൽ എത്ര പേർ നിങ്ങൾക്ക് എന്തെങ്കിലും ശാരീരികമോ മാനസികമോ ആയ വിഷമം ഉണ്ടായിട്ട് ഒരു ദേവദാസന്റെ അടുത്ത് ചെല്ലുകയും ആ ദേവദാസൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിന്റെ മേൽ കൈവച്ച് അല്ലെങ്കിൽ ആ ഗ്ലാസ് കയ്യിൽ വെച്ച് മറ്റുള്ള ദേവദാസന്മാരെ കൂടെ കൂട്ടി ആ വെള്ളത്തിന്റെ മേൽ പ്രാർത്ഥിച്ച് നിങ്ങളെ കൊണ്ട് ആ വെള്ളം കുടിപ്പിക്കുകയും അങ്ങനെ നിങ്ങൾക്ക് വലിയ വിടുതൽ ലഭിക്കുകയും ചെയ്തു എന്ന് ഞാൻ ചോദിച്ചാൽ എനിക്ക് ലഭിക്കുന്ന ഉത്തരം ഒരു മറു ചോദ്യമായിരിക്കും. എനിക്ക് ഉറപ്പാണ്, ഞങ്ങളത് ചെയ്തു, അതിനെന്താ കുഴപ്പം? കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് ദേവദാസന് വെള്ളം തന്നു, ഞാൻ കുടിച്ചു, എനിക്ക് വിടുതലായി, അതിനെന്താ പ്രശ്നം എന്നുള്ള മറുചോദ്യമായിരിക്കും എനിക്ക് ലഭിക്കുന്നത്. നന്നായിട്ട് എനിക്കറിയാം. ഞാൻ ശുശ്രൂഷകരോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ശുശ്രൂഷ ജീവിതത്തിൽ എന്തെല്ലാം സാഹചര്യങ്ങളിൽ ആർക്കെല്ലാം നിങ്ങൾ ഇതുപോലെ വെള്ളം എടുത്താൽ സ്വയമായിട്ട് കുടുംബത്തിലെ ഒരു പ്രശ്നത്തിന് അല്ലെ സ്വയം രോഗത്തിന് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് അതിന്റെ മേൽ കൈവച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അത് പ്രാർത്ഥിച്ച് മുദ്ര വെച്ച് നിങ്ങൾ കുടിച്ച് സൗഖ്യം പ്രാപിച്ചു. ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ഉദാഹരണം പറയുമ്പോൾ പലരും നെറ്റിച്ചുളിക്കും, പലരും എന്നെ വിമർശന ബുദ്ധിയോടെ നോക്കും. കണ്ണി കാണുന്നെല്ലാം വിമർശിക്കാൻ താങ്കൾ ഇരിക്കുകയാണെന്ന് ചോദിക്കും. ഞാനൊരു ചെറിയ ചോദ്യം തുടർന്ന് ചോദിക്കുകയാണ്, ഇതിന് എന്തെങ്കിലും വിശുദ്ധ വേദപുസ്തകപരമായ അടിസ്ഥാനമുണ്ടോ? കുറച്ചു സമയം ചിന്തിച്ചിട്ട് മറുപടി പറഞ്ഞാൽ മതി, എടുത്തു ചാടി മറുപടി പറയണ്ട. വിശുദ്ധ വേദപുസ്തകം നിങ്ങളെല്ലാം പഠിച്ചതാണ്, നിങ്ങൾക്കെല്ലാം വിശുദ്ധ വേദപുസ്തകം അറിയാം. അതിലുപരി വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നത് മാത്രമേ ഞങ്ങൾ വിശ്വസിക്കൂ, അത് മാത്രമേ ഞങ്ങൾ ചെയ്യൂ. സോളാ സ്ക്രിപ്റ്റ്യൂര, തിരുവചനം പറയുന്നത് മാത്രമേ ഞങ്ങൾ അനുസരിക്കൂ, തിരുവചനം പറയുന്ന ശുശ്രൂഷകൾ മാത്രമേ ഞങ്ങൾ ചെയ്യൂ, അതിനപ്പുറത്തേക്ക് ഒരു കുഴപ്പവുമില്ല എന്ന് നിങ്ങൾ പറയുന്ന അവകാശപ്പെടുന്ന ഈ ഒരു ചെറിയ ശുശ്രൂഷ, ഒരു ഗ്ലാസ് വെള്ളം, പച്ചവെള്ളം എടുത്ത് അതിന്റെ മേൽ പ്രാർത്ഥിച്ച് രോഗിക്ക് കൊടുക്കുക, അല്ലെങ്കിൽ കടന്നു വന്ന ആള് വിശ്വാസിക്ക്, പ്രാർത്ഥനയ്ക്കായി വന്ന വിശ്വാസി കൊടുക്കുക, നിങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനമുണ്ടോ? ഞാൻ 66 പുസ്തകങ്ങളും കഴിഞ്ഞ 15 വർഷമായിട്ട് അങ്ങോളം ഇങ്ങോളം നോക്കിയിട്ട് എനിക്ക് ഒന്നേ വരെ ചെയ്തിട്ടില്ല. ഞാൻ ആരോടും അടുത്ത് ചെന്നിട്ട് വെള്ളം വാങ്ങി കുടിച്ചിട്ടില്ല. ഞാൻ ചെയ്യുമായിരുന്നു. എപ്പോഴാണ്? വിശ്വാസത്തിൽ വരുന്നതിന് മുൻപ്, രക്ഷിക്കപ്പെടുന്നതിന് മുൻപ്. ഞാനൊരു അത്ഭുത പ്രവർത്തകനായി, രോഗശാന്തി പ്രവർത്തകനായി, പ്രവാചകനായിട്ടൊക്കെ കുമ്പനാടിന്റെ ദേശത്ത്, ഈ കേരളത്തിന് പുറത്തും ഇന്ത്യയുടെ പല ഭാഗത്തും കടന്നു ചെല്ലുമ്പോൾ ഞാൻ ചെയ്യുമായിരുന്നു. വെള്ളം പ്രാർത്ഥിച്ചു കൊടുക്കും, സൗഖ്യമായിരുന്നു. പക്ഷെ രക്ഷിക്കപ്പെട്ട ശേഷം, സത്യവചനത്തെ മുറുകെ പിടിച്ച ശേഷം ഈ നിമിഷം വരെ ഞാനത് ചെയ്തിട്ടില്ല. ഞാൻ അതേക്കുറിച്ച് അധികം മുൻപോട്ട് പറയുന്നില്ല.
ഒരു രഹസ്യം വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് ഞാനൊരു ചോദ്യം തരികയാണ്. ഈ കാര്യം വിശുദ്ധ വേദപുസ്തകത്തിൽ ഇല്ല എങ്കിൽ പെന്തക്കോസ്തുകാരാ, നിന്റെ സഭയ്ക്കുള്ളിൽ ഈ പ്രവൃത്തി എങ്ങനെ വന്നു? നിന്റെ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ ഈ നിസ്സാര കാര്യം എങ്ങനെ കടന്നു വന്നു? ഇതിലൂടെ മഹത്വം ലഭിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനാണോ, ആ പ്രാർത്ഥിച്ച് കുടിച്ച വെള്ളത്തിനാണോ, അത് പ്രാർത്ഥിച്ച് തന്ന ദൈവദാസനാണോ, പാസ്റ്റർക്കാണോ? ആലോചിക്കണം. ഈ ദിവസങ്ങളിൽ നിങ്ങൾ ആലോചിക്കണം. ഇതേക്കുറിച്ച് നിങ്ങൾ കമന്റ് ചെയ്യണം. എന്നോട് ചോദ്യങ്ങൾ ചോദിക്കണം, ഞാൻ ഉത്തരം തരാം. എന്നോട് ചോദ്യങ്ങൾ ചോദിക്കണം. ഇതെങ്ങനെ പെന്തക്കോസ്ത് സമൂഹങ്ങളിൽ കടന്നു വന്നു? പ്രാർത്ഥിക്കുമ്പോൾ വെള്ളം മരുന്നായി തീരുന്നു എന്ന് ചിലർ പറയാറുണ്ട്. എന്നാൽ പിന്നെ നല്ല ഒന്നാന്തരം മരുന്ന് തൊട്ടടുത്ത കടയിൽ കിട്ടുമല്ലോ. ക്രോസിൻ ഗുളിക വീട്ടിലുള്ളപ്പോൾ തലവേദന വന്ന രോഗിക്ക് വെള്ളം പ്രാർത്ഥിച്ച് മരുന്നാക്കി കൊടുക്കണോ? ക്രോസിൻ കഴിച്ചാൽ പോരെ, പാരസെറ്റമോൾ കഴിച്ചാൽ പോരെ, ഒരു കുഴപ്പമില്ല. ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ മറ്റേതെങ്കിലും അമൃതാഞ്ജൻ പുരട്ടിയാ പോരെ. എന്തിന്? വിശുദ്ധ വേദപുസ്തകം യാതൊരു വിധത്തിലും സ്വാധീനിക്കാത്ത, സപ്പോർട്ട് ചെയ്യാത്ത, സാധൂകരിക്കാത്ത ഒരു പ്രവൃത്തി, നിസ്സാരമായ പ്രവൃത്തിയാകട്ടെ, ഞാൻ വീണ്ടും പറയുന്നു, എന്തിന് വായിക്കുക?